എടോ ഈ മഴക്കെടുതിക്ക് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ദുരിതാശ്വാസ ചടങ്ങാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ലേ? ഓ അതൊക്കെ അറിയാം. അപ്പൊ വാർത്താ പ്രാധാന്യമില്ലേ? സകല ചാനലുകളും മീഡിയകളും അതിന്റെ മുമ്പിൽ വരികയല്ലേ? അവരിത് മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരികയല്ലേ? അത് വരും. അപ്പൊ അങ്ങ് വരുമ്പോ ആർക്കാ അതിന്റെ നേട്ടം? നമുക്ക് വല്ല നേട്ടമുണ്ടോ? നമ്മുടെ സാന്നിധ്യം ഉണ്ടോ അവിടെ? അതില്ല. അതാണ് കുഴപ്പം. ഇപ്പം നമ്മുടെ സാന്നിധ്യം ഇല്ലാതെ അവർ മൊത്തം ഇമേജ് അങ്ങ് കൊണ്ടുപോവുക. അത് പറ്റത്തില്ല. അതിനെന്താ ചെയ്യേണ്ടത്? എടോ നമ്മൾ ഇടപെടണം. എടോ ഈ അമ്പിളിക്കുട്ട് താനെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല എനിക്ക് മനസ്സിലായില്ല. എന്താ നമ്മളിപ്പോ? എടോ ഈ അമ്പിളിക്കുട്ടന് പഴയതുപോലെ ജനസ്വാധീനം ഇല്ല. മനസ്സിലായോ? അല്ല അത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പകല് പോലെ സത്യമാണ്. അവനെതിരെ ഇപ്പൊ ഒരുപാട് അഴിമതി കേസുണ്ട്. ഇപ്പൊ വീട് വെച്ചല്ലോ, വീട് വെച്ചതിൽ തന്നെ അവന് നമ്മുടെ പിന്നെ പഞ്ചായത്തിലെ പാസ് ഉപയോഗിച്ചാണ് മണൽ കിടത്തിയത്. അതിന്റെ പിന്നിൽ പഞ്ചായത്തിന്റെ പല കാര്യങ്ങളിലുള്ള പൈസ അടിച്ച് മാറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പോരാത്തതിന് ആട് മാട് കോഴി വീൽ ചെയർ ഇതെല്ലാം കൊടുത്തില്ലേ? ഇതിലെല്ലാം നല്ല അഴിമതി നടത്തിയിട്ടുണ്ട്. എടോ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഡൽഹി ഞാൻ ഇരുന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ശോഭ കെടുത്തണം. ഈ ചടങ്ങിന്റെ ശോഭ കെടുത്തണം. അതെങ്ങനെ? ഇവൻ അതിൽ പങ്കെടുക്കരുത്. അതിനെന്താണ് വഴി? വഴിയുണ്ട്. താനൊരു കാര്യം ചെയ്യുക. ഈ നാട്ടിലെ കൊള്ളാവുന്ന കുറച്ചാളുകളെ സംഘടിപ്പിച്ച് ഒപ്പ് ശേഖരിക്കും. ഇതുപോലെ അഴിമതിയും ദൂർത്തടിച്ചും ഒക്കെ നടക്കുന്ന ഒരുത്തൻ, കുഴപ്പങ്ങൾ കാണിച്ച് നടക്കുന്ന ഒരുത്തനെ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള നിവേദനം വെച്ചുകൊണ്ട് കൊള്ളാവുന്ന ആളുകളുടെ ഒരു 101 പേരുടെ ഒപ്പം അങ്ങോട്ട് സംഘടിപ്പിക്കുക. ഇപ്പം അതാണല്ലോ ഒരു ട്രെൻഡ്. അതെനിക്ക് പറ്റുമോ? പിന്നെന്താ? ഇവിടെ നിസ്സാര കാര്യമാണത്. ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവൻ ആ ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ കാണണമല്ലോ. അതാണ് അതിൻ്റെ ഒരു വഴി. പ്രസിഡന്റിന്റെ ഈ ബുദ്ധി, ഈ ചിന്തയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കിട്ടൂടോ, താനൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, കിട്ടും. പിന്നെ ഈ നിവേദനം ഒപ്പിട്ട് മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അത് പിന്നെ അതും കഷത്തിൽ വെച്ചോണ്ട് നടന്നാൽ പോരാ. ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, ഒന്ന് വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം. എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന്. അങ്ങനെ വരുമ്പോ അവര് പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇവനെ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലായി? എന്തായാലും കൊള്ളാം. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇവൻ ആ വേദിയിൽ ഇരിക്കരുത്. അത് എൻ്റെയും കൂടെ ഒരു വാശിയാണ്. അപ്പം അതിന് വേണ്ടി താമസിക്കേണ്ട. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. പിന്നെ ഒപ്പ് ശേഖരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിൽ കൊള്ളാവുന്നവരായിരിക്കണം. അല്ല നമുക്ക് നമ്മുടെ ബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാന്നുള്ള ആൾക്കാരായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ശരി വസന്ത. ശരി. ഹലോ, നിന്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഊട്ടിക്കാണല്ലോ. നീ ബോംബെയിലാ? ഓ അത് ശരി. അല്ല നിന്റെ ചേട്ടനോ? പോയോ? എന്ന്? ഇന്നലെയോ? ശരി. ഒന്നുമില്ല. നീ എന്നാ വരുന്നേ? അടുത്ത ആഴ്ചയോ? ഓ ഒന്നുമില്ല, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ശരി, ഞാൻ വിളിക്കാം. രണ്ട് പ്രമുഖരായിരുന്നു. പ്രകാശുമില്ല, അവൻ്റെ ചേട്ടൻ അമേരിക്കയിൽ ഇന്നലെ പോയിന്ന്. അല്ലെ അവനെ കൊണ്ടൊരു ഒപ്പിടിച്ചിട്ടെങ്കിൽ കാര്യം നടന്നേ. നമുക്ക് അമേരിക്കയിൽ വിളിച്ചു ഒപ്പിട്ടാലോ? എടാ ഇത് നിവേദനം നാളെ കൊടുക്കാനുള്ളതല്ലേ. അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്താൻ തന്നെ എത്ര മണിക്കൂർ വേണമെന്ന് അറിയാമോ? ഫ്ലൈറ്റ് വരണമെങ്കിൽ 2 മണിക്കൂർ പോലെ. ഫ്ലൈറ്റിൽ വെറുതെ ഇങ്ങ് കൊണ്ടാക്കും. പൈസ നീ കൊടുക്കോ ടിക്കറ്റിന്റെ? ഇതിപ്പം നമ്മൾ പോകേണ്ട പ്രമുഖന്മാരും അവിടെ ഇല്ല. ഇത് എന്താ ചെയ്യും? ഇനി എത്ര ഒപ്പ് വേണം? 130 വേണം. അതല്ലേ മൊത്തം വേണ്ടത്? മൊത്തം വേണ്ട. അല്ലെ ആരെങ്കിലും ഒപ്പിടാൻ കിട്ടിയോ? നമ്മൾ രാവിലെ നടക്കുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. സുരേന്ദ്രൻ മുതലാളിയെ ഒന്ന് കണ്ടാലോ? അതും നോക്കിയിട്ട് വരാം. അല്ല ഈ ഒപ്പിടുന്ന ഒരു ആവശ്യമില്ല. ഞാൻ അന്നേ പറയില്ല അവരിങ്ങത് തട്ടിക്കളഞ്ഞാൽ മതിയെന്ന്. നീ പറയണതിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാമോ നടരാജ? തട്ടിക്കളയെന്ന് പറയണത് വെറുതെ കൊല്ലുകയാണ് ഒരാളെ. കൊന്നു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് അറിയാമോ? നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. പുറം ലോകം കാണാൻ പറ്റില്ല. അല്ല ആരും അറിയാതെ രഹസ്യമായിട്ട്. പിന്നെ കൊന്നിട്ട് വീടെത്തുമ്പോഴത്തേക്ക് പോലീസ് അങ്ങ് വരും. കാലം അതാണ്. നമുക്ക് വീട് ക്ഷണിച്ച് പാലും നീ വെച്ചത്. നീ ഒന്നും മിണ്ടാതിരിക്കൂ. നീ മിണ്ടാതെ നിന്റെ കൂടെ വാ തുറക്കണ്ട കേട്ടാ. അതിനെന്തേലും തരണോ? ഈ നിവേദനത്തിലെ ഈ അമ്പിളിക്കുട്ടൻ ഈ കൊടുത്ത വീൽ ചെയർ ഒന്നും കറങ്ങുന്നില്ല എന്ന് പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ടോ? എടാ അത് മാത്രമല്ല, അവൻ കൊടുത്ത ആട് കോഴി മാട് കക്കൂസ് കുളിമുറി എല്ലാ തീട്ടക്കാസും ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ ഇതിലെപ്പറ ഇനി നാട്ടിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അവൻ പണി കിട്ടും. അത് നമുക്ക് വേറെ പ്രമുഖനെ കാണാൻ പോകാം. നീ എന്തായാലും അവൻ ഒഴിവായി കഴിഞ്ഞാൽ വേദിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്.
ഞാനല്ലായിരിക്കുമോ? എനിക്കൊരു ഉപകാരം ചെയ്തു തന്നേ പറ്റത്തുള്ളൂ. എന്തോന്ന്? അല്ലെങ്കിൽ ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കുറച്ച് ഫണ്ട് റെഡിയാക്കി തരണം. എന്തിന്? ഈ പൊട്ടനെ എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കാനാണെന്ന്. എടാ മണ്ട, എന്നെ പോലുള്ള കാരണം ഫണ്ട് തരണ്ട. അത് പാവപ്പെട്ടവനുള്ളല്ലേ. എന്നാ പ്രമുഖം വാ, പ്രമാണി വാ, വാ വാ. ഡേയ്, ഇച്ചിരി വാ അടച്ചിട്ട് വാടേ നടരാജ.